ദീർഘമായ യുദ്ധത്തിന് കോപ്പ് കൂട്ടി ഇറാൻ. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് ഇറാൻ ഔദ്യോഗികമായി തന്നെ പറഞ്ഞു. ഇറാൻ ആണവ പരീക്ഷണം നടത്തിയെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതേക്കുറിച്ച് ഒരു സ്ഥിരീകരണം ഇറാൻ നൽകിയിട്ടില്ല. എന്നാൽ ദീർഘനാളായി യുദ്ധം ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ ഔദ്യോഗികമായി പറഞ്ഞു. ഭൂഗർഭ നഗരങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ജനങ്ങൾക്ക് യുദ്ധമുണ്ടായാൽ ഒളിച്ചു പാർക്കാനും മറ്റുമുള്ള ഭൂഗർഭ നഗരങ്ങൾ. അത്യന്താധുനിക മിസൈലുകൾ മൂർച്ച കൂട്ടി കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലുമായി ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് ഇറാൻ. ഒരുങ്ങി തന്നെയാണ് ഇറാൻ നിൽക്കുന്നത്. മറുവശത്ത് ഇസ്രായേലിൻ്റെ കാര്യം വലിയ ഗതികേടിലാണ്. കാരണം ഹമാസിനെ കീഴടക്കാൻ ഇതുവരെയ്ക്കും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഹൂത്തികളുടെ ആക്രമണം ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് ഹിസ്ബുള്ള വലിയ തിരിച്ചടി കൊടുക്കാൻ തയ്യാറെടുക്കുന്നു. ഇതിനിടയിലും ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നത് ഉറപ്പാണ്. താൻ അധികാരത്തിലേറിയാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ട്രംപ്, യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ അതേക്കുറിച്ച് യാതൊന്നും മിണ്ടുന്നില്ല. ട്രംപിന് ഇറാനോട് ശത്രുതയുണ്ട്. ഇറാനും ട്രംപും തമ്മിൽ, ഇറാനിലെ പരമോന്നത നേതാവ് ഖൊമൈനിയും ട്രംപും തമ്മിൽ പണ്ടേ നല്ല ബന്ധത്തിലല്ല. ഇറാന്റെ സൈനിക മേധാവി സുലൈമാനിയെ വധിച്ചത് ട്രംപ് അധികാരത്തിലിരിക്കുമ്പോഴാണ്. അതിനുള്ള തിരിച്ചടിയും ഇറാൻ കൊടുത്തു. ഇറാഖിലെ US സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചു. അന്നു മുതൽ ട്രംപും ഇറാനും തമ്മിൽ ശീത യുദ്ധത്തിലാണ്. അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് വന്നാലും തങ്ങൾക്കൊരു ചുക്കും സംഭവിക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഭൂഗർഭ നഗരങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞ ഇറാൻ ഞങ്ങൾ യുദ്ധത്തിന് സന്നദ്ധരാണെന്ന് അറിയിച്ചു കഴിഞ്ഞു. ഇറാന്റെ ആണവ നിലയങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന സൂചന ശക്തമാണ്. ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാകും. ആണവ നിലയങ്ങൾക്ക് വൻ സുരക്ഷയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. അവിടെയൊക്കെ വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിച്ചു കഴിഞ്ഞു. റഷ്യയാണ് ഇറാന് വ്യോമ പ്രതിരോധ സംവിധാനം കൊടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആണവ നിലയങ്ങൾക്ക് നേർക്ക് ഇസ്രായേലിന് ഒരു ശക്തമായ ആക്രമണം നടത്താൻ കഴിയുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഭൂഗർഭ നഗരങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു. സൈനിക അഭ്യാസവും നടത്തിക്കഴിഞ്ഞു. ഇനി അണുവായുധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സ്ഥിരീകരണം ഇറാൻ ഇതുവരെയ്ക്കും നൽകിയിട്ടില്ല. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ പറയുന്നത് ഇറാൻ വീണ്ടും ആണവ പരീക്ഷണം നടത്തിയെന്നാണ്. അതേക്കുറിച്ച് ഇറാൻ ഒന്നും മിണ്ടിയിട്ടുമില്ല. എന്തായാലും ഭൂഗർഭ നഗരങ്ങളും ഭൂഗർഭ മിസൈലുകളും ഒക്കെ റെഡി. ഇസ്രായേലിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങി.